എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതാട്ടോ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വോൾ ഡെക്കോർ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്സ് ആണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓലൻ്റെ ഈർക്കിൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 2 ബാംബൂ സ്റ്റിക്ക് പാരലായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഗമ്മ് തേച്ചിട്ട് പിന്നെ 2 സ്റ്റിക്കും കൂടെ ഇതുപോലെ പാരലായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത സമയത്ത് ഇത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ ക്യാമറ ഓഫായി പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫൈനൽ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ ഷേപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതിനെ കൊണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് വീഡിയോയിൽ ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിങ്ങൾ ഈ 3 ഫ്ലവേഴ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കോർണറിലാണ്. പിന്നെ ചിലർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് 4 കോർണറിൽ കൊട്ടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒട്ടിച്ചാൽ കേട്ടോ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പേപ്പർ ഫ്ലവേഴ്സും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേപ്പർ ലീവ്സും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വോൾ ഡെക്കോർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ തകരാറ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനൊരു വളവ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഞാൻ ഒട്ടിച്ചത് കറക്റ്റ് അല്ലായിരുന്നു. ഈ പിക്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാനത് ചിരിച്ച് ഇങ്ങനെ വെച്ചപ്പോൾ അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.